വ്യവസായ രംഗത്തെ പ്രശംസിച്ച ലേഖനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ പരാമർശിക്കാതിരുന്നത് മനഃപൂർവ്വമല്ലെന്ന് ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. UDF കാലത്ത് വ്യവസായ മേഖലയിൽ വലിയ പുരോഗതിയുണ്ടായെന്നും തരൂർ. നയങ്ങളിൽ CPM വരുത്തിയ മാറ്റമാണ് ലേഖനമെന്നും ശശി തരൂർ ഫേസ്ബുക്കിൽ നിലപാട് മയപ്പെടുത്തി. തരൂരിന്റെ ലേഖനത്തിൽ നേതാക്കളുടെ അമർഷം തുടരുന്നു. പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ തരൂർ ഉയരുന്നില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കേരളത്തിൽ ആവശ്യമായ പരിഗണന കിട്ടാത്തതിൽ തരൂരിനും അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, നേതൃത്വം ഒന്നടങ്കം ഇടഞ്ഞതോടുകൂടിയാണോ ശശി തരൂരിന്റെ മയപ്പെടുത്തൽ? ദിവ്യ, അങ്ങനെ തന്നെ കാണേണ്ടി വരും. ശശി തരൂര് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായതോടുകൂടി കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ശശി തരൂരിനെതിരെ രംഗത്ത് വരും നമ്മൾ കണ്ടതാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും അടക്കം ശശി തരൂരിന്റെ പ്രസ്താവനയെ തള്ളി രംഗത്ത് വന്നിരുന്നു. തൊട്ടു പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടി രംഗത്ത് വന്നതോടെ ശശി തരൂര് സംസ്ഥാന നേതൃത്വത്തിലും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിലും ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിന് പിന്നാലെയാണ് ശശി തരൂർ താൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ശശി തരൂര് ഇന്നലെ തയ്യാറായിരുന്നില്ല. എന്നാൽ ദേശീയ നേതൃത്വം കൂടി ശശി തരൂരിനെ കൈവിടുന്ന ഒരു സ്ഥിതി വന്നതോടെയാണ് ശശി തരൂർ ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് ചെറിയൊരു മയപ്പെടുത്തൽ നടത്തി പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ശശി തരൂർ പറയുന്ന ഒരു ന്യായം, അതായത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശി തരൂർ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന നേട്ടങ്ങളെ താൻ പറയാതിരുന്നത് മനഃപൂർവ്വമല്ല. അതായത് ശശി തരൂരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും, അതായത് ശശി തരൂരിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോഴും ശശി തരൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ശശി തരൂരിനൊപ്പം നിൽക്കുകയായിരുന്നു. അവരുകൂടി ശശി തരൂരിന് എതിരായതോടെയാണ് ശശി തരൂർ ഇതിനകത്ത് ഇപ്പോൾ ഒരു മറുപടിയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അതിങ്ങനെയാണ്: ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള വ്യാവസായിക സമയത്തുണ്ടായിരുന്ന നേട്ടങ്ങളെ താൻ പറയാതിരുന്നത് മനഃപൂർവ്വമല്ല. അന്ന് വ്യവസായ മന്ത്രിയും IT മന്ത്രിയുമായിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, കുഞ്ഞാലിക്കുട്ടി ആണ് കേരളത്തിന്റെ വ്യാവസായിക രംഗങ്ങൾക്ക് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ വ്യവസായ രംഗത്ത് വലിയ കുതിപ്പിന് വഴിവെച്ച ഒരു വ്യവസായിക മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ സമർത്ഥിക്കാൻ ശശി തരൂർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ നേരത്തെ വിവര സാങ്കേതിക വിദ്യയോടും മറ്റ് വ്യവസായിക രംഗത്തോടും പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ അങ്ങനെ ആ ഇടതുപക്ഷ മുന്നണി പിന്നീട് അതിനകത്തൊരു മാറ്റം വരുത്തിയ കാര്യമാണ് താൻ പറഞ്ഞത്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് സംഘടിപ്പിച്ചത് AK ആന്റണി സർക്കാരിന്റെ കാലത്ത് കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മറ്റ് വ്യാവസായിക രംഗങ്ങൾക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കുഞ്ഞാലിക്കുട്ടി ചെയ്തിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ താൻ പറയാതിരുന്നതല്ല. പക്ഷേ അന്ന് പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ച ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ അതിനകത്ത് മാറ്റം വരുത്തിയ കാര്യം കേരളത്തിന് ഗുണം ചെയ്യുന്നതല്ലേ എന്നുള്ള കാര്യമാണ് താൻ തന്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയത് എന്നുള്ളൊരു വിശദീകരണമായിട്ടാണ് ശശി തരൂർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മയപ്പെടുത്തൽ ശശി തരൂർ നടത്തുമ്പോഴും ശശി തരൂരിന് വലിയ അതൃപ്തി സംസ്ഥാന കോൺഗ്രസ് UDF നേതൃത്വത്തോടുണ്ട്. അതായത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ട് പോലും അതിനുള്ള ഒരു പരിഗണന തനിക്ക് സംസ്ഥാന നേതൃത്വത്തിലോ പാർലമെന്റിലോ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ശശി തരൂരിനുണ്ട്. അതായത് അതിന് കാരണം കോൺഗ്രസിന്റെ ദേശീയ പ്രവർത്തക സമിതി അംഗമായിട്ട് ശശി തരൂരിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ ഇപ്പോൾ KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ തനിക്കൊരു മുറി വേണമെന്നുള്ള ആവശ്യമൊക്കെ ശശി തരൂര് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ മുറി കൊടുക്കാനൊക്കെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം തയ്യാറായതാണ്. പക്ഷേ പിന്നീട് ശശി തരൂരിന് KPCC ആസ്ഥാനത്ത് ഒരു മുറി പോലും കൊടുത്തുമില്ല. അതിനകത്ത് ശശി തരൂർ പിന്നീട് KPCC ആസ്ഥാനത്തേക്ക് പോയിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ശശി തരൂരിന് വലിയ അതൃപ്തിയുണ്ട്. അതിങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ശശി തരൂർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തനിക്ക് പറ്റുന്ന മാർഗം അല്ലെങ്കിൽ ശശി തരൂർ പറയുന്ന കാര്യങ്ങളെ ഒന്നും മുഖവിലക്കെടുക്കാൻ ആദ്യഘട്ടത്തിൽ ആരും തന്നെ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ ശശി തരൂരിന്റെ കടുത്ത അതൃപ്തിയും തുടക്കം മുതൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. നമുക്കറിയാം കോൺഗ്രസിന്റെ എന്തായാലും ചെറിയ രീതിയിൽ മയപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടാണ് ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശി തരൂർ നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ ലേഖനമുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും എത്തുന്നതും കണ്ടു. അപ്പോൾ ഇങ്ങനെയൊരു നിലപാട് മാറ്റത്തിലൂടെ മയപ്പെടുത്തിയതിലൂടെ അവരെ സമാധാനിപ്പിക്കാൻ കഴിയുമെന്നാണോ തരൂർ കരുതുന്നത്?
ദിവ്യ, തരൂർ അങ്ങനെ കരുതിയാലും നേതൃത്വം, അതായത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അങ്ങനെ പെട്ടെന്ന് തരൂരിന്റെ ഈ മയപ്പെടുത്തലിനോട് യോജിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സമീപകാലത്ത് ഒന്നുമില്ലാത്ത രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് വാനോളം ശശി തരൂർ സംസാരിക്കുന്നു. തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ വ്യാവസായിക നേട്ടങ്ങളെക്കുറിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതുന്നു. അപ്പോൾ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്ന ഒരു സമയത്താണ് സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നത്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് അത് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തു നിന്ന് ചെറിയൊരു മയപ്പെടുത്തൽ, അതായത് അത് പൂർണ്ണമായിട്ട് താൻ പറഞ്ഞതിൽ നിന്ന് ശശി തരൂർ പിന്നോട്ട് പോയിട്ടില്ല. താൻ പറഞ്ഞത് ഈ പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു നയമാറ്റത്തിലുണ്ടായ കാര്യത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്ന് പറയാൻ ശശി തരൂർ ശ്രമിക്കുമ്പോഴും ആ ഒരു ശശി തരൂരിന്റെ സമർത്ഥനോട് അല്ലെങ്കിൽ ശശി തരൂർ പറയാൻ ശ്രമിക്കുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല. കാരണം കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നടങ്കം വിട്ടിലാക്കുന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചത്. അപ്പോൾ മയപ്പെട്ടാലും ഉടനൊന്നും ശശി തരൂരുമായിട്ട് രമ്യതയിൽ പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. കാരണം പരസ്യമായിട്ട് തള്ളി പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ രംഗത്ത് വന്നത്. KC വേണുഗോപാൽ അടക്കം അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കേരളത്തിൽ എന്ത് വ്യവസായമാണ് നടന്നുള്ളത്, എന്ത് വ്യവസായത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPC പ്രസിഡന്റ് K സുധാകരനും KC വേണുഗോപാലും ഒക്കെ രംഗത്ത് വന്നത്. അപ്പോൾ അതിന് ഈ രീതിയിലുള്ള ഒരു ശശി തരൂർ ഇങ്ങനെ പറഞ്ഞതിനെ കോൺഗ്രസ് നേതൃത്വത്തിന് അതൊരു ഏതൊക്കെ രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയതാണ്. അപ്പോൾ തരൂർ എന്ത് പറഞ്ഞാലും അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു നിലപാട് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഉടനൊന്നും സ്വീകരിക്കില്ല. കാരണം കോൺഗ്രസ് നേതൃത്വത്തിന് ചെറുതല്ലാത്ത തലവേദന തന്നെയാണ് തരൂർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് തരൂരിന് കുറച്ചു കാലമായിട്ടുള്ള അതൃപ്തി തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം പറയുന്നത് പ്രവർത്തക സമിതി അംഗമായിട്ട് പോലും